ഇനി നെക്സ്റ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് വേണ്ടാത്തതുകൊണ്ടാണ് നമുക്ക് പൈസ കിട്ടാത്തത്. അപ്പോൾ നമ്മൾ ചോദിക്കും പൈസ എന്താ വേണ്ടാത്തേ, ആർക്കാ വേണ്ടാത്തേ? എക്സാമ്പിൾ, നമുക്ക് ജീവിച്ചു പോകാനുള്ള പൈസ മാത്രം മതി, നമുക്കതിൽ കൂടുതലൊന്നും വേണ്ട. മണി വരില്ല, ബിക്കോസ് യു ആർ നോട്ട് വെൽക്കമിങ്. ഇത് സബ്കോൺഷ്യസ്ലി അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ, കോൺഷ്യസ്ലി പോലും. കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു യൂട്യൂബറിൻ്റെ, ഒരു വ്ളോഗറിൻ്റെ, ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ഒരാളുടെ ഒരു വീഡിയോ കണ്ടു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരൻ്റെ കുട്ടിമകൻ, ഒരു 5-8 വയസ്സുള്ളൊരു പയ്യൻ, അവനെയും കൊണ്ടും പോകുന്നുണ്ട് ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ആ പയ്യനോട് ഈ വ്ളോഗർ പറയാണ്, മോനെ നമുക്ക് ജീവിച്ച് പോകാനുള്ള പൈസയൊക്കെ മതി കേട്ടോ, നമുക്ക് കുറേ പൈസയൊന്നും വേണ്ടടാ, പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇത് ഇങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ജീവിച്ചു പോകാനുള്ള കാശൊക്കെ മതി. ബിക്കോസ് നമ്മളെന്തോ ഒരു ഡേഞ്ചറിനെയും കൂടെ കൂടുതൽ പൈസ അട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. അതുപോലെ മണി എന്ന് പറഞ്ഞ അഹങ്കാരമാണെന്ന് ചിന്തിക്കുന്ന. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രോബ്ലം ഒരു നമ്മളെക്കാളും കുറച്ചുകൂടെ ഒരു വെൽതി ആയിട്ടുള്ള ഒരാളായിട്ട് നമുക്കുണ്ടെങ്കിൽ നമ്മൾ പറയും കാശുള്ളതിൻ്റെ അഹങ്കാരം. അപ്പോഴും അയാൾക്കല്ല പ്രശ്നം, പൈസയ്ക്ക് പ്രശ്നം. മനസ്സിലായപ്പോൾ നമുക്ക് ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി നമ്മളുടെ ഒരു ബിലീഫാണ് മണി ഈസ് എ ത്രെറ്റ്. അൺനോയിങ്ങിൽ. അതിന് വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു സൈക്കിളുകാരൻ റോഡ് സൈഡിൽ നിൽക്കുവാണ്, വെറുതെ നിൽക്കുവാണ്. അവിടെ ഒരു പാവപ്പെട്ട ഒരു ഓട്ടോക്കാരൻ അറിയാതെ വന്നിടിച്ചു, ആക്സിഡൻറ്റ് സംഭവിച്ചു. പക്ഷേ ആ സൈക്കിളിനോ ഒന്നും പറ്റിയില്ല, അയാൾക്കൊന്നും പറ്റിയില്ല, പക്ഷെ ഇടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഈ ഓട്ടോക്കാരൻ ഇറങ്ങി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് മാക്സിമം സോൾവ് ആയി പോവും. അപ്പോൾ ദേഷ്യപ്പെടുന്നവരുണ്ടാവും, പക്ഷെ എന്നാലും ഒന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ നാട്ടുകാർ ഇടപെട്ടാൽ പോലും അവിടെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ലാതെ അതിനെ അങ്ങ് വിടും. അതേ സമയത്ത് ഈ സെയിം സൈക്കിളുകാരൻ്റെ അവിടെ ഒരു BMW അല്ലെങ്കിൽ ഒരു മെഴ്സിഡീസ്, ഈ ഒരു കാറാണ് ഇടിക്കുന്നതെങ്കിലോ, സീൻ മാറി, ഒന്നും സംഭവിച്ചില്ല. ഈ വണ്ടി ഇടിച്ചു എന്നല്ലാതെ ഒന്നും സംഭവിച്ചില്ല. നാട്ടുകാരിടപെടും, പ്രശ്നം ഉണ്ടാക്കും. വൈ? നിനക്ക് കുറേ പൈസ ഇല്ലേ, നീ കൊടുക്കടാ, നീ പൈസ കൊടുക്ക്, അപ്പോൾ ഇത് എടുക്കൂ, ഇത് തന്നോളൂ. അതായത് വളരെ ലാക്കിലാണ് അപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് പൈസ കിട്ടണം. അപ്പോൾ സബ് കോൺഷ്യസ്ലി നമ്മുടെ മൈൻഡിന് എന്താ ഫീൽ ചെയ്യുന്നതെന്നറിയോ? മണി ഈസ് എ ത്രെറ്റ്. അവന് പൈസ ഉള്ളത് കൊണ്ടല്ലേ അവന് ഈ ബുദ്ധിമുട്ടുണ്ടായത്. പൈസ ഇല്ലാതിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോൾ ഒരു നോർമൽ കാറിലാണ് വരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അതേസമയത്ത് കുറച്ചൊരു ഹൈ എൻഡ് വണ്ടിയിൽ വന്നപ്പം അവിടെ പ്രശ്നമായി. നാട്ടുകാർ തന്നെ ഇടപെടും, പ്രശ്നം ഉണ്ടാക്കും. നിനക്ക് പൈസ ഉണ്ടെങ്കിൽ നിന്നെ കയ്യിൽ വെച്ചാൽ മതി, നീ അത് കൂടുതൽ ഷോ ഇറക്കണ്ട, നീ കാണിക്കണ്ട. അപ്പോൾ ഈ പറയുന്ന ഓരോ ആൾക്കാരുടെ തലയിലും എന്താ, മണി ഈസ് എ ത്രെറ്റ്. അങ്ങനെയാണ് കോൺഷ്യസ്ലി അല്ല പറയണേ, സബ് കോൺഷ്യസ്ലി അവർക്ക് അങ്ങനെയുള്ള ഫീലാണ് വരുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ അയാൾക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നതും പ്രശ്നം ഉണ്ടായതുമല്ല. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പറയുന്ന പോലെ നന്മയുള്ളിടത്തേ പൈസ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. നന്മയ്ക്ക് പൈസയ്ക്കും തമ്മിൽ ബന്ധമൊന്നുമില്ല. ബിക്കോസ് നന്മ എന്ന് പറയുന്നത് എന്താണ്? അവയർനെസ്സാണ്, വിസ്ഡമാണ്. നന്മയിലിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ഡം വേണം, നോളജ് പോരാ, നമ്മൾക്ക് ആ ജ്ഞാനം വേണം. ഇനി നന്മയിലിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളി, അതായത് കുറച്ചുകൂടെ നമ്മൾ കമ്പാഷൻ ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, അവിടെ കുറച്ചുകൂടെ കരുണ ഉണ്ടാവും. ഇനി മണി എന്ന് പറയുന്നത് വിസ്ഡം അല്ല, വിസ്ഡം കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമല്ല, പവറാണ്. മണി പവർ എന്നല്ലേ നമ്മൾ പറയുന്നത്. സോ വിസ്ഡവും പവറും രണ്ടും രണ്ട് കൈൻഡ് ഓഫ് കാറ്റഗറിയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ വിത്തൗട്ട് വിസ്ഡം നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അതൊരു പവർ കാറ്റഗറിയിലേക്കായിരിക്കും വരിക. നമുക്ക് വിസ്ഡം ഇല്ല, മണിയാവുള്ളത്. അപ്പോൾ അതോറിറ്റി അവിടെ, അപ്പോൾ ഒരു സ്ലേവറി, ബാക്കിയുള്ളവരൊക്കെ ഞാൻ പറയുന്നത് കേട്ടോളണം എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ആറ്റിറ്റ്യൂഡ് വരും. വിത്ത് വിസ്ഡം യു ക്യാൻ യൂസ് മണി വെരി ഗ്രേസ്ഫുള്ളി, ബ്യൂട്ടിഫുള്ളി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടാറ്റ എന്ത് ബ്യൂട്ടിഫുള്ളി, നമുക്ക് എല്ലാവർക്കും ടാറ്റയെ വളരെ ഇഷ്ടമാണ്. അതേസമയത്ത് ഇതുപോലെ തന്നെ വേറെ കുറേ ആൾക്കാരെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പറ്റില്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് റെസനേറ്റ് ചെയ്യില്ല. പക്ഷെ ടാറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെ മനസ്സിലും ഒരു സന്തോഷമുണ്ട്, ഒരു നന്മയുണ്ട്. അപ്പോൾ വിത്ത് വിസ്ഡം വി ക്യാൻ ആക്ച്വലി യൂസ് മണി ഗ്രേസ്ഫുള്ളി, ആൻഡ് വിത്തൗട്ട് വിസ്ഡം വി വിൽ യൂസ് മണി ആസ് എ പവർ. അപ്പം മണി, നന്മ തമ്മിൽ ബന്ധമില്ല.